കിട്ടിയ സമ്മാനമാണമ്മേ ഇത്. അമ്മേ, എന്റെ പെറ്റമ്മയെ വിട്ട് ഞാനിപ്പോ വലിയ പണക്കാരനായമ്മേ, വലിയ പണക്കാരൻ. കുമാർ, കഴിഞ്ഞതെല്ലാം മറക്കും. ഞാൻ പറയുന്നത് കേൾക്കും. മിസ്റ്റർ, ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾ ഇരുമ്പ് പെട്ടി കണ്ടിട്ടില്ല. പക്ഷേ ഈ പണത്തേക്കാൾ വലുതാണ് എനിക്കെന്റെ പെറ്റപ്പ. ഈ പണം കൊടുത്താൽ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടുമോ? കൊണ്ട് പോകണം മിസ്റ്റർ. കുമാർ, ശേഖർ, ദേവിദിന്റെ മുന്നിൽ പോകുന്നതാണ് നല്ലത്. പ്ലീസ്. കുമാർ, ഈ അവസ്ഥയിൽ നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. എന്റെ നന്മയ്ക്കോ? എങ്കിൽ എനിക്ക് പണമല്ല ആവശ്യം. എനിക്ക് കുറച്ച് വിഷം വാങ്ങിത്തരൂ. എന്റെ വേദനയ്ക്ക് അതാണ് ആശ്വാസം. മഠയാ, വേദന തീരാൻ വിഷമാണോ കുടിക്കുന്നത്? ജീവിതത്തിൽ ദുഃഖങ്ങൾ എല്ലാവർക്കും വരും. അപ്പോഴേക്ക് ആരെങ്കിലും വിഷം കഴിച്ച് മരിക്കാറുണ്ട്. നിന്റെ മനഃശാന്തിക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. അതിന് മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്? വരും. ദേവിജിയുടെ ഉപദ്രവിക്കാതെ പോകൂ. കുമാർ, നിനക്കുള്ള സർവ്വ പ്രശ്നങ്ങളും ഞാൻ തീർത്തരാന്ന് പറഞ്ഞില്ലേ? വരൂന്ന്. കം ഓൺ, ഡോണ്ട് വറി, കം, ജസ്റ്റ് കം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ശ്രീകുമാറിനെ പറ്റി മറ്റെന്ത് കിട്ടുമെന്ന് നീ പറഞ്ഞു. പക്ഷേ അവൻ മദ്യപാനി. അമ്മാവൻ, ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. കുടിച്ച് ബോധമില്ലാതെ രാഭാസനെ പോലെ റോഡിൽ കൂടി ആടി നടക്കുന്നതിന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. നീ വേറെ വല്ലവരെ ആയിരിക്കും കണ്ടത്. ശ്രീകുമാറിനെ കണ്ട് എനിക്ക് മനസ്സിലാവില്ലേ അമ്മാവൻ? നീ എന്ത് പറഞ്ഞാലും ശരി, എന്റെ കണ്ണുകൊണ്ട് കാണാതെ ഞാൻ വിശ്വസിക്കില്ല. കാപാലികരേ, കാപാലികരേ, കണ്ണീർ കടൽക്കരയിൽ, കണ്ണീർ കടൽക്കരയിൽ ദൈവത്തെ സ്വർണത്തുടലിൽ തളച്ചവരെ, നിങ്ങൾ കൊടുത്ത മയക്കുമരുന്നിൻ മന്വന്തരങ്ങൾ മയങ്ങിയതോ മരിച്ചതോ? കല്ലിനും പ്രതിമയ്ക്കും നിർമാല്യം, കല്ലിലും പ്രതിമയ്ക്കും നിർമാല്യം, ഇവിടെ കള്ളനാണയമല്ലേ വിശ്വാസം? ഈശ്വരനു കയ്യാമം നൽകിയോരേ, നിങ്ങൾ ഈ യുഗത്തിൻ മനുഷ്യന് വിടുമോ? കണ്ണീർ കടൽക്കരയിൽ ദൈവത്തെ സ്വർണത്തുടലിൽ തളച്ചവരെ, നിങ്ങൾ കൊടുത്ത മയക്കുമരുന്നിൽ മന്വന്തരങ്ങൾ മയങ്ങിയതോ മരിച്ചതോ? വീതിയിലെങ്ങാനും വെളിച്ചമുണ്ടോ? മുട്ടി വിളിച്ചാൽ തുറക്കുന്ന വാതിലുണ്ടോ? വീതിയിലെങ്ങാനും വെളിച്ചമുണ്ടോ? മുട്ടി വിളിച്ചാൽ തുറക്കുന്ന വാതിലുണ്ടോ? സത്യത്തിൻ ശിരസിൽ നിങ്ങളണീച്ച മുൾക്കിരീടമേറ്റുവാങ്ങാനാളുണ്ടോ? കണ്ണീർ കടൽക്കരയിൽ ദൈവത്തെ സ്വർണത്തുടലിൽ തളച്ചവരെ, നിങ്ങൾ കൊടുത്ത മയക്കുമരുന്നിൻ
മന്വന്തരങ്ങൾ മയങ്ങിയതോ മരിച്ചതോ അദ്ദേഹം മദ്യപാനിയല്ല അദ്ദേഹത്തെ ആരോ ചതിച്ചതാ. അങ്ങനെ ചതിയിലാപ്പെട്ട് മദ്യപിക്കുന്നവൻ മടയനാണ്. ഇത്രയൊക്കെ ആയിട്ടും ശാലിനി ഇവന് വേണ്ടി വാദിക്കുകയാണല്ലേ? വാദിക്കുകയല്ല, വേദനിക്കുകയാണ്. ഞാനാണ് ആ ജീവിതം തകർത്തത്. ചേട്ടാ, നിന്നോട് അകത്ത് പോകാനാണ് പറഞ്ഞത്. ചേട്ടനില്ല ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. എന്റെ ജീവനുള്ള കാലം ഞാൻ വീട്ടിലെത്തി കാറ്റില്ല. എന്നാൽ ചേട്ടനെ എനിക്ക് മറക്കാനും കഴിയില്ല. ചേട്ടാ, ചേട്ടാ നിൽക്കൂ. ചേട്ടാ, ചേട്ടാ എന്ത് വേണം? എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഞാൻ കുടിച്ചിരിക്കുന്നത് എല്ലാം മറക്കാനുള്ള മരുന്നാണ്, മനസ്സ് മരിക്കാനുള്ള മരുന്ന്. ഇത് നശിക്കാനുള്ള വഴിയാണ്. നശിക്കട്ടെ, ഞാൻ ആർക്ക് വേണ്ടി നശിക്കാതിരിക്കണം? എനിക്ക് വേണ്ടി. എന്നെ പരിഹസിക്കല്ലേ ചേട്ടാ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു വന്നിരിക്കുകയാണ്. എന്തിന്? ചേട്ടനോടൊത്ത് ജീവിക്കാൻ. ഇനി മറ്റൊരു നാടകം കൂടിയോ? എന്നെ വിശ്വസിക്കൂ ചേട്ടാ, എല്ലാം മറന്ന് എനിക്ക് മാപ്പ് തരൂ. ഈ കപട ദുഃഖത്തിന് എന്റെ അമ്മയുടെ ഒരു തുള്ളി കണ്ണീരിന് വിലയില്ല. പോകൂ. എന്നെ ഉപേക്ഷിക്കരുതേ. പോകാനാണ് പറഞ്ഞത്. ചേട്ടാ നിൽക്കൂ. ചേട്ടാ നിൽക്കൂ. ചേട്ടാ, ചേട്ടാ. ശാലിനി, അയ്യോ, താങ്ക് യു. ആർക്കും വേണ്ടാത്ത എന്നെ എന്തിന് രക്ഷപ്പെടും? ഞാൻ അങ്ങനെ മരിച്ചാൽ മതിയായിരുന്നു. ശാലിനി, ചേട്ടൻ പൊയ്ക്കൊള്ളു. ഞാൻ പൊയ്ക്കൊള്ളാം. ശാലിനിയുടെ അച്ഛൻ വന്നോട്ടെ. അച്ഛനെ എന്തിന് വിവരം അറിയിച്ചു? ഇവിടെ വന്ന് എന്നെ പുച്ഛിച്ച് ചിരിക്കാനോ? എന്റെ പിന്നാലെ ഓടിയ ശാലിനിയെ അച്ഛനെ ഏൽപ്പിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. ആരും എന്നെ ഒരിടത്തും ഏൽപ്പിക്കണ്ട. ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവുകയില്ല. ശാലിനി, ഒരു ചെറിയ ദുഃഖം പോലും താങ്ങാൻ കഴിവില്ലാത്ത ആളാണ് നിന്റെ അച്ഛൻ. നിന്നെ അദ്ദേഹത്തിൽ നിന്നും വേർപിരിച്ചാൽ ആ നല്ല മനുഷ്യന്റെ ഹൃദയം തകർന്നു പോകും. തകരട്ടെ, എനിക്കിനി ആരെയും രക്ഷിക്കാൻ കഴിയില്ല. എനിക്കിനി ആരുമില്ല. അധികം സംസാരിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. ഇനി അവരൊന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ വന്നു. ഇനി ഞാൻ പോകുന്നു. ദുഃഖകുമാർ, നിന്റെയും ശാലിനിയുടെയും ആഗ്രഹത്തിന് ഞാൻ ഇനി ഒരിക്കലും തടസ്സമായി നിൽക്കുകയില്ല. പരസ്പരം സ്നേഹിക്കുന്നവർക്ക് തടസ്സം ഒരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ ശാലിനി സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കാത്തത് കൊണ്ടാണോ അവൾ വീട് വിട്ട് അർദ്ധരാത്രി നിന്റെ പുറകെ ഓടി വന്നത്? നീ അവളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്? ആപത്തിൽ ശത്രുവിനെ പോലും സഹായിക്കണമെന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനത് ചെയ്തു. കുമാർ, ഈ ലോകത്ത് എന്റെ മകളെക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. അവളെ രക്ഷിച്ച നിന്റെ കയ്യിൽ തന്നെ ഞാൻ അവളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്വീകരിക്കാൻ ഞാൻ തയ്യാറില്ലെങ്കിലോ? കഴിഞ്ഞതെല്ലാം മറക്കൂ കുമാർ. ശാലിനി നിന്നെ പ്രാണതുല്യം സ്നേഹിക്കുന്നു. നീ അവളെ വിവാഹം കഴിക്കണം. ശാലിനി വിവാഹം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പാവപ്പെട്ടവനാണ്. ഞാൻ വിചാരിച്ചാൽ ഈ നിമിഷം നിന്നെ പണക്കാരനാക്കാൻ കഴിയും. എനിക്കങ്ങനെ ആകാൻ ആഗ്രഹമില്ല. അങ്ങയുടെ മകൾക്ക് 1000 ലക്ഷപ്രഭുക്കന്മാരെ കിട്ടും. എന്നെ വിട്ടേക്കണം. ഇപ്പൊ മനസ്സിലായോ? ഇവൻ ശുദ്ധ തെണ്ടിയാണ്. അവൻ തെണ്ടിയല്ല ശേഖര, അവൻ വലിയ മനസ്സുള്ളവനാണ്. അവൻ ശാലിനിക്ക് യോജിച്ചവനുമാണ്. പണക്കാരിപ്പനെ അവൻ ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞു? അതെ. ഏതായാലും ഞാൻ ഉണ്ടാക്കിയ പണം എന്റെ മകളുടെ ജീവിതത്തിന് ഒരു ശാപമാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ എന്റെ എല്ലാ സ്വത്തുക്കളും ഈ നാട്ടിലെ ധർമ്മസ്ഥാപനങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് പണം വേണ്ട. അമ്മാവാ, നീ ഇന്ന് തന്നെ പോയി വക്കീലിനെ കാണണം. അമ്മാവനെന്ത് ഭ്രാന്താണ് പറയുന്നത്? നീ പറയുന്നത് മാത്രം ചെയ്താൽ മതി. എനിക്ക് എന്റെ പണത്തെക്കാൾ വലുത് എന്റെ മകളാണ്. ഞാൻ കുമാരനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കും.